പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു സാറ്റർഡേ കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് വരുവാൻ ദൈവം നമുക്ക് തന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൽ നിന്നാണ് നാം പഠിച്ചു വന്നുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ദൈവസഭയിലെ കൃപാവരങ്ങൾ എന്തിനു വേണ്ടിയിട്ട് നൽകപ്പെട്ടിരിക്കുന്നു, ആര് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ, ആ കൃപാവരങ്ങളൊക്കെ എങ്ങനെയാണ് ദൈവസഭയിൽ ഫങ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായി. ഇന്ന് പൗലോസ് തുടർന്ന് എഴുതിയിരിക്കുന്ന ഓരോ കൃപാവരങ്ങൾ, ഓരോ ഓഫീസസിനെ കുറിച്ച്, ഓരോ അപ്പോയിൻമെന്റ്സിനെ കുറിച്ചും ഒക്കെ ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് 12-ാം അധ്യായത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നോക്കുവാൻ. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോള്. ഇതിനെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു കാര്യം, ക്രിസ്തുവിന്റെ ശരീരം ഓരോരുത്തരും വെവ്വേറെ അവയവങ്ങളായിരിക്കുന്നു. അവയവങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടേതായ ഫങ്ഷൻസ് ഉണ്ട്. ഇത് തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. പൗലോസിലൂടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അതൊരു പ്ലൂറലായിട്ടുള്ള പദമാണ്. ഇപ്പം നിങ്ങളെല്ലാം ഒരു ഗ്യാതേർഡ് കമ്മ്യൂണിറ്റി ഈസ് ദ ബോഡി. ഇപ്പം ദൈവസന്നിധിയിൽ നമ്മളെല്ലാം ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വരുന്നതാണ് ദൈവത്തിന്റെ ശരീരം. ഇതിനകത്ത് വലിയവരും ചെറിയവരുമില്ല. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർ വരെ ഇവരെല്ലാവരും ആ ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഒരു വലിയ പർപ്പസോടുകൂടെയാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഓരോ ശരീരത്തിനും വെവ്വേറെ ഓരോ അവയവങ്ങൾക്കും വെവ്വേറെ ഫങ്ഷൻസ് ഉള്ളതുപോലെ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഗിഫ്റ്റുകൾ ദൈവം തന്നിട്ടുണ്ട്. ആ ഗിഫ്റ്റിനനുസരിച്ചാണ് നാം ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ലഭിച്ച ആ ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നതും ആ കൃപാവരത്തിന്റെ മിസ്യൂസ് ആണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ വളരെ വിശ്വസ്തയോടെ, ഭയത്തോടെ ദൈവസന്നിധിയിൽ നാം ഉപയോഗിക്കണം എന്നുള്ള ഒരു കാര്യം ഈ ഭാഗങ്ങളിൽ നിന്ന് പിന്നെയും ഓർമ്മിപ്പിക്കട്ടെ. അപ്പൊ നമ്മളെല്ലാവരും ഈച്ച് വൺ ഓഫ് യു ഈസ് ദ മെമ്പർ ഫ്രം വിത്തിൻ ദ ഓൾ. ഈ ബോഡിയിലെ ഓരോ ഓർഗൻസ് പോലെ നാം പ്രവർത്തിക്കണം. ഇത് പല പ്രാവശ്യം നാം ഇത് റിപ്പീറ്റ് ചെയ്തു. കാര്യം ഇത് നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുവാനായിട്ടിടയായത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാത്തിലും നിറയ്ക്കുന്നവന്റെ ഫുൾനെസ് ഓഫ് ഹിം. അപ്പൊ ഈ കർത്താവിന് എല്ലാത്തിനും ഒരു 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 പെർഫെക്ഷൻ ഉണ്ട്, ഒരു ഫുൾനെസ് ഉണ്ട്. ഇപ്പം ദൈവം ഓരോ ഫങ്ഷനായിട്ട് ഓരോ വ്യക്തികളെ ഓരോ ദേശത്ത്, ഓരോ സ്ഥലത്ത്, ഓരോ ഭവനത്തിലൊക്കെ ആക്കിയിരിക്കുന്നതിൻ്റെ പർപ്പസ് ഒരു പക്ഷേ ആ വ്യക്തിക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. ഒരു ഓവറോൾ പ്ലാൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാകത്തില്ലായിരിക്കും. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി അദ്ദേഹത്തിന് ദൈവസന്നിധിയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി നൽകും. ഇത് പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അപൂർണതയിൽ ദൈവസഭയാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ട് വരുന്നത് ഓരോരുത്തരും അവരവരുടെ ഫങ്ഷൻസ് ചെയ്യുമ്പോഴാണ്. ഇനി 28-ാമത്തെ വാക്യം തൊട്ട് സഭയിലുള്ള ചില അപ്പോയിന്റ്മെന്റ്സിനെ കുറിച്ചാണ് വായിക്കുന്നത്. 28-ാമത്തെ വാക്യം വായിച്ചു. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. ഇവിടെ 3 സ്ട്രക്ചറായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് പൗലോസ് പറഞ്ഞിരിക്കുന്ന 3 പൊസിഷൻസ്, 3 ടൈറ്റിൽ. അതിലൊന്ന് അപ്പോസ്തോലൻ എന്നുള്ള പദമാണ്. ആ ഒരു ഭാഗത്തെക്കുറിച്ച് നമുക്കിന്ന് കുറച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തോലൻ ആരാണ്? അപ്പോസ്തോലൻ വേദപുസ്തകത്തിലെ
എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അല്പം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷണൽ ബെയറർ, ദൈവസഭയുടെ അടിസ്ഥാനം കല്ലുകളായിട്ട് നമുക്ക് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്ന് വായിക്കാം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇതൊരു അടിസ്ഥാനം ആയിട്ട് പറയുന്ന 2 പൊസിഷൻസ്, ഒന്ന് അപ്പോസ്തലൻ എന്നുള്ളതും 2 പ്രവാചകൻ എന്നുള്ളതുമാണ്. അപ്പൊ പ്രവാചകൻ എന്നുള്ള പദത്തിനെ കുറിച്ച് സ്പിരിറ്റ് ഇൻസ്പയർഡ് ഫോർത്ത് ടെല്ലിംഗ് ഫോർ ദ കമ്മ്യൂണിറ്റി. ഇപ്പൊ ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് ദൈവം സംസാരിക്കുന്നത് സഭയ്ക്ക് കൈമാറുന്ന വ്യക്തിയാണ് പ്രവാചകൻ. ഇനി മൂന്നാമത്തെ ഒരു ടൈറ്റിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ടീച്ചേഴ്സാണ്. ദോസ് ഹു ആർ ഫെയ്ത്ത്ഫുള്ളി ഹാൻഡിൽ ആൻഡ് ട്രാൻസ്മിറ്റ് ദ വേർഡ്. ഇതാണ് ടീച്ചേഴ്സിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്കിലും ഞാനതിൻ്റെ ഒരു ആമുഖം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഈ ചർച്ചിൽ ഈ ടൈറ്റിൽസ് കൊണ്ട് എന്താണ് പ്രയോജനം, നാം എത്രത്തോളം അതിനെ സീരിയസ് ആയിട്ട് കാണണം, ഇത് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ പറയുന്ന 3 ടൈറ്റിൽസിനും കൗണ്ടർ ഫീറ്റ് ഉണ്ടെന്നുള്ള കാര്യവും തിരുവചനത്തിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനിയും അപ്പോസ്തലൻ ആര് എന്നുള്ള ഒരു പദം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ ചോസൺ ആൻഡ് സെൻഡ് ബൈ ജീസസ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി, അയക്കപ്പെട്ട ഒരു വ്യക്തി എന്നാണ് അപ്പോസ്തലൻ. ദ സെന്റഡ് വൺ എന്നാണ് അതിൻ്റെ ആ പദത്തിന്റെ അർത്ഥം. 12 വാക്യങ്ങൾ അതിനോടനുബന്ധിച്ച് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ് മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അതിന്റെ 14-15 വാക്യങ്ങളോടൊന്ന് വായിച്ചു. 14-ാമത്തെ വാക്യം, 13-14 വാക്യങ്ങൾ. Then he appointed 12 of them and called them his apostles. They were to accompany him and he would send them to preach. മലയാളത്തിൽ വായിച്ചു. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. മർക്കോസ് 1:14-15 ആണ്. 3:11-14. പിന്നെ അവൻ മലയിൽ തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ദൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. ഇപ്പം അപ്പോസ്തലന്മാർ ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് അവിടെ യേശുവിനാൽ അയക്കപ്പെട്ട, യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക മിഷന് വേണ്ടിയിട്ട് കർത്താവ് കണ്ടു, അവരെ അയച്ചു. അങ്ങനെയുള്ള വ്യക്തികളാണ് ഇവിടെ അപ്പോസ്തലന്മാരായിട്ട്, ആദ്യത്തെ അപ്പോസ്തലന്മാരായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ എബ്രായ ലേഖനത്തിൽ യേശുക്രിസ്തുവിനെ തന്നെ അപ്പോസ്തലനായിട്ട് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതൊന്ന് വായിക്കാം. ഡയറക്ട്ലി നെയിം ജീസസ് ക്രൈസ്റ്റ് ആസ് ആൻ അപ്പോസ്റ്റോൾ ആൻഡ് എ ഹൈ പ്രീസ്റ്റ് ഹൂം വി കൺഫസ്. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടി അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അതിന്റെ 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കൊണ്ട് വായിക്കാം. ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ? നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ? അപ്പൊ ഇവിടെ ആ കാലത്തില് കൊരിന്ത്യ ലേഖനത്തിലെ പൗലോസ് വീണ്ടും 9-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചതാണ്. തന്റെ അപ്പോസ്തോലികത്വത്തെ ചോദ്യം ചെയ്ത ഒരു കാര്യം, കർത്താവിന്റെ റിസറക്ഷനും താൻ കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവിന്റെ കൂടെ
നടന്ന് താൻ പഠിച്ച കാര്യങ്ങൾ അതൊന്നും താൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പൗലോസിനെ കൂട്ടുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ള ഒരു വാദം ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ തുടർന്ന് പഠിക്കുമ്പോൾ ഈ 12 അപ്പോസ്തലന്മാരല്ലാതെ അപ്പോസ്തലന്മാരുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനേക ബർന്നബാസിനെയും അവരെയൊക്കെ അപ്പോസ്തലന്മാരായിട്ട് കണക്കാക്കിയതായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. 1-2 റെഫറൻസ് ഞാൻ തരാം. 1 കൊരിന്ത്യർ അതിന്റെ 12-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കാം. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത്. അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും. അപ്പം ഈ 12 പേരല്ലാതെ പിന്നെയും അപ്പോസ്തലന്മാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിന് ഒരു പ്രൂഫാണ് അത്. അനേകരെ വേദപുസ്തകത്തിൽ പല റെഫറൻസുകളുണ്ട് പിന്നെ അവര് അപ്പോസ്തലന്മാരായിട്ട് അവരെ കൂട്ടിയിരുന്നു എന്നുള്ളത്. എന്നാൽ ഈ 12 അപ്പോസ്തലന്മാർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകത്തിൽ അവരെ പുതിയ യെരൂശലേമിന്റെ അടിസ്ഥാനങ്ങൾ കല്ലുകളായിട്ട് അവരെ കൺസിഡർ ചെയ്തതായിട്ട് ഒരു വാക്യം നാം വായിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവരെ സ്പെഷ്യൽ ആയിട്ട് ദൈവം കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. ഇനിയും ഒരു ബ്രോഡർ സെൻസിൽ പോളിനെയും ബർന്നബാസിനെയും അപ്പോസ്തലന്മാരായിട്ട് വിളിച്ചിരുന്നു. ഗലാത്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭയ്ക്ക് എഴുതുന്നത്. അവിടെയും പൗലോസിനെ അപ്പോസ്തലനായിട്ട് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നു. ഇനിയും അടുത്ത ഒരു പോയിന്റ് ഫാൾസ് അപ്പോസ്തലന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാര്യം ആ കാലഘട്ടത്തിലും ഫാൾസ് അപ്പോസ്തലന്മാരുണ്ടെന്നുള്ളതിന്റെ നല്ലൊരു തെളിവ് റെവലേഷൻസ് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് എഫെസോസ് സഭയില് അവരെക്കുറിച്ചൊരു നല്ല കാര്യമായിട്ട് ദൂതൻ എഴുതുന്നത് അവിടെ അപ്പോസ്തലന്മാർ അല്ലായിരിക്കെ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞ് ഉള്ളവരെ തിരിച്ചറിഞ്ഞതായിട്ട് അവിടെ അങ്ങനെ ഒരു കാര്യം എഴുതിയിരിക്കുന്നു. ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന് 2-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ പരീക്ഷിച്ച് നീ കണ്ടത്, കള്ളന്മാർ എന്ന് കണ്ടത്, അതൊരു വലിയ പോസിറ്റീവ് പോയിന്റ് ആയിട്ടാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പം ഒരു കാര്യം ഈ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ ലൈഫിൽ ഇത് എങ്ങനെ റിലവൻ്റ് ആയിട്ട് വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ദൈവസഭയിൽ ഇങ്ങനെയുള്ള അനേക വ്യക്തികൾ എണീക്കും. ഫാൾസ് ആയിട്ടുള്ള, റോങ് ആയിട്ടുള്ള കള്ള അപ്പോസ്തലന്മാര്, കള്ള പ്രവാചകന്മാര്, കള്ള ഉപദേഷ്ടാക്കന്മാര് ഒക്കെ തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും പലപ്പോഴും നാം തിരുവചനം പഠിക്കുവാനും അത് ധ്യാനിക്കുവാനും അതിൻ്റെ മുമ്പിൽ സമയം ചെലവഴിക്കുകയും പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിനെ ഒന്നും ഡിസേൺ ചെയ്യുവാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത് വളരെ കെയർഫുള്ളായിട്ട് ദൈവസഭ മനസ്സിലാക്കണം. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്രയും റഫറൻസ് ഒക്കെ എടുത്ത് ആരാണ് അപ്പോസ്തലൻ എന്ന് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, എനിക്കൊരു പക്ഷേ അങ്ങനെയുള്ള ഒരു കോളിംഗ് ഇല്ലാത്ത ഞാൻ എന്തിനാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്. അത് തിരിച്ചറിയുവാൻ ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ആരാണ് ഓരോ പൊസിഷൻസും വഹിക്കേണ്ടത്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അവരുടെ ക്വാളിറ്റി എന്താണ്, ഇതൊക്കെ ദൈവസഭ നന്നായിട്ട് തിരിച്ചറിയണം. അതുകൊണ്ട് ആണ് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യം. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഒരു പൊസിഷൻ അവിടെ പ്രവാചകൻ എന്നുള്ളതാണ്. ആരാണ് പ്രോഫറ്റ്? അപ്പം ഇന്ന് ഒരുപാട് ഈ അപ്പോസ്തലൻ എന്ന് പറയുന്ന പദത്തിനേക്കാൾ കൂടുതൽ നാം കേൾക്കുന്ന ഒരു ടൈറ്റിലാണ് പ്രോഫറ്റ്. ആരാണ് പ്രോഫറ്റ്?
അവരെക്കുറിച്ച് എന്താണ് ദൈവവചനം പഠിപ്പിക്കുന്നത്, അവരെക്കുറിച്ചുള്ള പർപ്പസ് എന്താണ്, അവര് ദൈവസഭയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഒന്ന്, അവര് പ്രോഫറ്റ് ഈസ് എ ഗോഡ്സ് ചോസൺ സ്പോക്സ് പേഴ്സൺ who deliver divine messages, call people to repentance. ഇപ്പൊ ഈ പ്രോഫറ്റ് ആരാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ നിന്ന് ദൈവം തന്നിരിക്കുന്ന ആ ആലോചനകളെ വെള്ളം ചേർക്കാതെ ജനത്തിന്റെ ഇടയിൽ കൈമാറേണ്ട വ്യക്തികളാണ് പ്രോഫറ്റ്സ്. അപ്പൊ ഇവരെ കുറിച്ച് they are not foretell they are not actually like നമ്മുടെ ഫ്യൂച്ചർ പറയുന്ന വ്യക്തികളെന്ന് മാത്രമായിട്ടല്ല അവരെ കുറിച്ച് ദൈവം കാണുന്നത്. എന്നാൽ യെശയ്യാ പ്രവചനമൊക്കെ വായിച്ചു നോക്കുമ്പോൾ കർത്താവിന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള കർത്താവിന്റെ ജനത്തെ കുറിച്ചുമൊക്കെ പ്രവചിച്ചതായിട്ട് നമുക്ക് കാണാം. എന്നാലും അവരെ കുറിച്ചുള്ള ദൈവസഭയിൽ അവരെ കുറിച്ചുള്ള പർപ്പസ് ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ജനത്തിന്റെ ഇടയിൽ തെറ്റായ പോക്കുകൾ, തെറ്റായ പ്രവണതകളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് പ്രോഫസി എന്ന് പറയുന്ന ഒരു കൃപാവരം ദൈവസഭയിലുള്ളത്. അത് നിന്ന് പോയിട്ടില്ല, അത് ഇന്നുമുണ്ട്, ശക്തമായിട്ടുണ്ട്. പക്ഷെ ഇന്ന് പലപ്പോഴും അതിൻ്റെ ആ തീഷ്ണതയിൽ അത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നാം ഓരോരുത്തരും ചിന്തിക്കണം, മനസ്സിലാക്കണം. അപ്പൊ ഇവരെ സ്പോക്സ് പേഴ്സൺസ് ആയിട്ടാണ്, സ്പോക്സ് മാൻ ഓഫ് ഗോഡ് എന്നുള്ളതാണ് അവരെ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് US-ന്റെ പ്രസിഡന്റിന്റെ തീരുമാനങ്ങളൊക്കെ ഇന്ന് ഒരുപാട് പേരും വാച്ച് ചെയ്യുന്ന ന്യൂസും അവരുടെ ഓരോ തീരുമാനങ്ങളും ഒക്കെ പറയുന്ന ആ യങ്ങായിട്ടുള്ള ലേഡിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പുള്ളിക്കാരത്തിക്ക് തന്നെ പല കാര്യത്തിനും ഉത്തരം കാണത്തില്ല. എന്തിനാണ് ഇങ്ങനെ തീരുമാനം എടുത്തതെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഈ തീരുമാനത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും അവര്. പക്ഷെ ഈ സ്പോക്സ് പേഴ്സന്റെ ഇതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ടല്ല, അവിടെ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം, അവിടെ പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനം, അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനം അതുപോലെ പത്രക്കാരോടും ജനത്തോടും ഒക്കെ പറയുക എന്നുള്ളതാണ് അവരുടെ പർപ്പസ്. അതുപോലെയാണ് ഒരു പ്രവചന ശുശ്രൂഷ. അപ്പം പ്രവചന ശുശ്രൂഷ ഇന്ന് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷയായിട്ട് മാറി. ഇപ്പൊ എല്ലാവർക്കും പ്രവാചകനാകണമെന്നുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഗ്ലാമറസ് ശുശ്രൂഷയായി മാറിയത് കൊണ്ടാണ്. എന്നാൽ ഈ പ്രവചന ശുശ്രൂഷയോടൊപ്പം ഇതോട് കഷ്ടത അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷ ഇല്ല എന്നുള്ളത് ദൈവം തന്നെ, യേശു തന്നെ ടെസ്റ്റിഫൈ ചെയ്യുന്നതായിട്ട്, യേശു തന്നെ അതിനെ ഓർത്ത് കരയുന്നതായിട്ട്, വിലപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം ഒന്ന് വായിക്കാം. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇത് കർത്താവായ യേശുക്രിസ്തു യെരൂശലേമിനെ നോക്കി വിലപിക്കുകയാണ്. അവിടെ പറയാണ്, പ്രവാചകന്മാരെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ സത്യത്തിലേക്ക്, ആ റിപ്പൻസിലേക്ക്, ഒബീഡിയൻസിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ അയച്ചു. പക്ഷെ നിങ്ങൾക്ക് മനസ്സായില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ഈ സന്ദേശം കൊണ്ട് വന്നവരെ കല്ലെറിഞ്ഞു, അവരെ കൊന്നുകളഞ്ഞു. ഇന്നും നമുക്ക് പലപ്പോഴും ഈ മെസ്സഞ്ചറിനെ, നമ്മൾ ഇംഗ്ലീഷിലെ ഒരു പദമല്ല, ഡോണ്ട് ഷൂട്ട് ദ മെസ്സഞ്ചർ. പലപ്പോഴും ഈ മെസ്സഞ്ചറിനെയാണ് നമ്മൾ എപ്പോഴും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ മെസ്സേജ് നമ്മൾ എടുക്കാറില്ല, പലപ്പോഴും മെസ്സഞ്ചേഴ്സിനെ ഷൂട്ട് ചെയ്യുക. അത് എളുപ്പമായിരുന്നു, അത് അന്നും ഇന്നും എളുപ്പമാണ്. ഈ ദൈവവചനം അത് കളങ്കം ഇല്ലാതെ, അത് പ്യുവറായിട്ട് സംസാരിക്കുന്നവരെ പലപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട്. അവരെ ഒന്നും നമുക്ക് ഇഷ്ടമല്ല, അവരെ കല്ലെറിയാറുണ്ട്, കൊല്ലാറുണ്ട്.
അതാണ് ഇസ്രായേൽ ജനത്തിന് പറ്റിയത്. അന്ന് ഈ പ്രവചന ശുശ്രൂഷ പ്രവാചകന്മാരൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടതയിലൂടെയും പ്രയാസങ്ങളിലൂടെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. നമുക്ക് പലപ്പോഴും എക്സാമ്പിൾ എടുക്കുമ്പോൾ എലീഷയുടെ ഒക്കെ കാര്യം നമ്മളെടുത്ത് വലിയ അതിനെ ഇച്ചിരി അങ്ങ് ഗ്ലാമറസ് ആയിട്ടൊക്കെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രവചന ശുശ്രൂഷയെ കുറിച്ച് ഇത്ര താല്പര്യം. യിരെമ്യാവിന്റെ എസെക്കിയേലിന്റെ ഒക്കെ പ്രവചന പുസ്തകങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, എത്ര കഷ്ടതയിലൂടെയാണ് അവർ പോയത്, എത്രമാത്രം ഈ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഈ ജനത്തോട് പറഞ്ഞപ്പോൾ അവർ എത്രമാത്രം കഷ്ടത അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ പ്രവചന പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പം ഈ ജനത്തെ റിപ്പന്റൻസിലേക്കും ഒബീഡിയൻസിലേക്കും കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പ്രവാചകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ശുശ്രൂഷയാണ്. അതിനകത്ത് ഒരിക്കലും കള്ളം ചേർക്കാനായിട്ടോ അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാനായിട്ടുമുള്ള ഒരു അധികാരവും അവകാശവും ഈ പാവം പ്രവാചകന്മാർക്കില്ല. അതുകൊണ്ട് അവരെ ആക്രമിക്കരുത്. അവരെ നമ്മളോടൊരു കാര്യം പറയുന്നത്, ദൈവത്തിന്റെ ആലോചന അവർ ഷെയർ ചെയ്യുമ്പോൾ അവരോട് പിണക്കം തോന്നരുത്. പറഞ്ഞതിന്റെ ഉദ്ദേശം അത് നമ്മുടെ ജീവിതത്തിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഫ്യൂച്ചർ അവരെയും കൊണ്ട് പറയുവാനായിട്ട് കഴിയുമോ? ഓഫ് കോഴ്സ് അത് ഫ്യൂച്ചറായിട്ടുണ്ടാകുന്ന ഈവൻസിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പല 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 സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്താറുണ്ട്, പല സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്താറുണ്ട്. പൗലോസിന്റെ കഷ്ടതയിലൂടെ ഒക്കെ പോയ സമയത്ത് നീ റോമിൽ സീസറിന്റെ മുമ്പിൽ നിൽക്കുമെന്നുള്ളത് പൗലോസിനോട് ദൈവം വെളിപ്പെടുത്തി. അത് കാര്യം അവനെ ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. നീ ഇവിടെ തീർന്നു പോകത്തില്ല എന്നുള്ള ഒരു ബോധ്യം അവന് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു. യെശയ്യാവിന്റെ പുസ്തകത്തില് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ അനേക കാര്യങ്ങൾ ഇതോട് ചേർന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ആരാണ് പ്രവാചകന്മാർ? വേദപുസ്തകത്തിൽ നമുക്ക് ഒരുപാട് പ്രവാചകന്മാരെ, നാം ഇന്ന് കാണുന്ന പ്രവചന ശുശ്രൂഷയല്ല വേദപുസ്തകം നാം പഠിക്കുമ്പോൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രവചന ശുശ്രൂഷ എന്നുള്ള കാര്യം മറന്നു പോകരുത്. 133 വ്യക്തികളെ നെയ്മഡ് പ്രോഫറ്റ്സ് ബൈബിളിലുണ്ട്. അതോടൊപ്പം തന്നെ 70 ന്യായാധിപന്മാരുടെ കാര്യവും പറയുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം ദൈവത്തിന് വേണ്ടി സംസാരിക്കുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളാണ്. അബ്രഹാമിനെ ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. അബ്രഹാം തന്റെ ഫ്യൂച്ചർ ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്ക, അവനൊരു പ്രവാചകനാകുന്നു. അബ്രഹാമിനെ കുറിച്ച് ഇതാണ് പറയുന്നതാണ്. അബ്രഹാം ഏതാണ്ട് പ്രസംഗിക്കുന്നതിന് മുമ്പിട്ട് അവിടെ സ്വാഗതം പറഞ്ഞ കാര്യമല്ല പറഞ്ഞത്, ദൈവമാണ് പറഞ്ഞത്. അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. അബ്രഹാം അവിടെ പ്രവചിക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ അബ്രഹാമിനെ ദൈവം കണ്ടത് അവനൊരു പ്രവാചകനായിട്ടാണ്. യാക്കോബിനെ കുറിച്ചും ജോസഫിനെ കുറിച്ചും ഒക്കെ നമുക്കിത് കാണാനായിട്ട് കഴിയും. അവരൊക്കെ ദർശനങ്ങൾ കാണുകയും അവരുടെ ഫ്യൂച്ചറിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. മോസസിനെ കുറിച്ച് ഡ്യൂട്രോണമി 4-ന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. മോസസിനെ കുറിച്ച് കർത്താവ് പറയുന്നത്, സിൻസ് ദെൻ നോ പ്രോഫറ്റ്സ് ഹാസ് റിസൺ ഇൻ ഇസ്രായേൽ ലൈക്ക് മോസസ്. എന്നാൽ മിസ്രയീം ദേശത്ത് ഫറവോനോടും അവന്റെ സകല ഭൃത്യന്മാരോടും അവന്റെ സർവ്വദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ചയച്ച സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാ ഇസ്രായേലും കാണുക മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. മോശയെ പോലൊരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ എലൈജ ഇവരുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവരെയും കൊണ്ട് പ്രവചനം മാത്രമല്ല, they did miracles. അവര് യാഹ് ദൈവമെന്ന് പ്രൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യ പ്രവൃത്തികളാലും ദൈവത്തെ പ്രൂവ് ചെയ്ത പ്രവാചകന്മാരായിരുന്നു എലൈജയും എലീഷയൊക്കെ. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-2 പ്രവാചകൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, മത്തായിയുടെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില്
Okay, now what did you go out to see a prophet? അല്ല, എന്തിനു പോയി ഒരു പ്രവാചകനെ കാണുവാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 19 വാക്യത്തില് ജീസസിനെ കുറിച്ച് പറയുന്നു, ദ ഗ്രേറ്റസ്റ്റ് പ്രോഫറ്റ്. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവൻ അവരോട് പറഞ്ഞത്, സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. ഇങ്ങനെ അനേക പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാനായിട്ട് കഴിയും. എന്തിനാ ഇതൊക്കെ വായിച്ചതെന്ന് ചോദിച്ചാല്, ഇവരുടെ പ്രവചനവും ഇവരുടെ ശുശ്രൂഷകളും അവരെങ്ങനെയാണ് ജനത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയത്തുള്ളൂ എന്താണ് യഥാർത്ഥ പ്രവചന ശുശ്രൂഷ എന്നുള്ളത്, എന്താണ് അതിന്റെ പർപ്പസ്. ഇവരുടെ ഓരോരുത്തരുടെയും മെസ്സേജ് ഒന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട്, അതിന്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. പിന്നെ പ്രവചന ശുശ്രൂഷയെ കുറിച്ച് പറയുന്നു. എസെക്കിയേലിന്റെ പുസ്തകം 3 അധ്യായത്തിന്റെ 17 വാക്യത്തില് ഇവരെ വാച്ച്മാൻമാരായിട്ട്, ദേശത്തിന്റെ കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. ഇത് മറ്റൊരു ശുശ്രൂഷയാണ്, ഇതൊരു പ്രവചന ശുശ്രൂഷയാണ്. എന്നാൽ എത്ര പ്രവാചകന്മാർ അവർ ദേശത്തിന്റെ ആണെന്നുള്ള കാര്യവും ഒന്ന് എസെക്കിയേലിന്റെ പുസ്തകം 3 അധ്യായത്തിന്റെ 17 വാക്യം ഒന്ന് വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ദേശത്തിന്റെ കാവൽക്കാരാക്കി പ്രവാചകന്മാരെ വെച്ചിരിക്കുന്നു. അവരുടെ ഉദ്ദേശം ദൈവത്തിൽ നിന്ന് കേൾക്കണം, ജനത്തിനെ പ്രബോധിപ്പിക്കണം. ഇതിനകത്തൂടൊക്കെ എന്താ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാല്, ജനത്തിന് പാപബോധം ഉണ്ടാകണം, ജനത്തിന് മാനസാന്തരം ഉണ്ടാകണം, കർത്താവിലേക്ക് മടങ്ങി വരണം. ഇന്ന് ലോകത്തില് നമ്മുടെ ചുറ്റുപാടിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് സെക്കുലറിസവും മെറ്റീരിയലിസവും ലോകത്തിന്റെ പ്രതാപവും മോഹത്തിനും ഒക്കെ പുറകെ പോകുന്ന ജനത്തിനെ ദൈവത്തിൽ നിന്ന് കേട്ട് ഈ കാലഘട്ടത്തിൽ നടക്കാനിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പ്രവചിച്ച് വെളിയിൽ കൊണ്ടുവരണം. കാര്യം ദേശത്തിന്റെ കാവൽക്കാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രവചിക്കുന്നത് ഇന്നത്തെ നീഡ് എന്ന് പറഞ്ഞാൽ, വാച്ച്മാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാത്രിയിൽ കാവൽ നിൽക്കുമ്പോൾ പഴയ കാലങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല പുള്ളിയെ കാവൽ നിർത്തുന്നത്. ഇന്ന് എന്ത് സംഭവിക്കുന്നു, അറ്റ് പ്രസന്റ് എന്ത് സംഭവിക്കുന്നു, ഇന്ന് നമുക്ക് അങ്ങനെയുള്ള പ്രവാചകന്മാരെ വേണം. ഇന്ന് അറ്റ് പ്രസന്റ് കാലങ്ങൾ സംഭവങ്ങൾ ഇരിക്കുന്ന സംഭവങ്ങൾക്കനുസരിച്ച് പ്രവചിക്കുന്നവരെ. അപ്പം ദേശത്ത് ദൈവസഭ ഏതൊക്കെ രീതിയിൽ ഈ ഒരു വിഷയത്തെ ചെയ്യുവാനായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള പ്രവചന ശബ്ദങ്ങൾ ദൈവസഭയിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. കാര്യം ഇന്ന് ജനം മുഴുവനും കൺഫ്യൂസ്ഡ് ആണ്. ഇന്നത്തെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പണ്ട് 50 വർഷം കൊണ്ട് ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ അല്ലെങ്കിൽ 10 വർഷത്തേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഓരോ വർഷങ്ങളും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അതുപോലെ സ്പീഡില് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവസഭയിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ദൈവസഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ഈ പ്രവചന ശബ്ദങ്ങൾ നമ്മുടെ സഭായോഗങ്ങളിലും നമ്മുടെ മീറ്റിങ്ങുകളിലും ഒക്കെ മുഴങ്ങി കേൾക്കുവാനായിട്ട് ഇടയാകണം. നമ്മുടെ പ്രവചന ശബ്ദങ്ങളൊക്കെ മറ്റ് പ്രവചന ശബ്ദങ്ങളല്ല നാം ഇന്ന് കേൾക്കേണ്ടത്. മിറക്കിൾ വർക്കേഴ്സ്, പ്രവാചകന്മാരായിട്ടുള്ള എലീജയെ കുറിച്ചുമൊക്കെ നമുക്ക് വായിക്കാം. ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കയറുന്നില്ല. അത് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് മെസ്സേജസ് എലീജ ഇവരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ആ ഒരു വിഷയത്തിലേക്ക് കയറുന്നില്ല. അതിനെക്കുറിച്ച് നമുക്കറിയാമല്ലോ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഫാൾസ് പ്രോഫറ്റ്സ്, കള്ളപ്രവാചകൻ. വളരെ സീരിയസ് ആയിട്ട് തിരുവചനത്തിൽ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു പിശാചിന്റെ വലിയൊരു ഗ്രൂപ്പാണ് കള്ളപ്രവാചകന്മാർ, ഫാൾസ് പ്രോഫറ്റ്. 2 തീമോത്തി അതിന്റെ 4 അധ്യായത്തിന്റെ 3 വാക്യം ഒന്ന് വായിക്കാം. 2 Timothy chapter 4 verse 3. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും
സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ഇത് കർമ്മരസമാകുന്ന ചെവിക്ക് ഇമ്പമുള്ളത് കേൾപ്പിക്കുന്ന പ്രവാചകന്മാർ, പറയുന്ന പ്രവാചകന്മാർ, അവര് ജനത്തെ എന്ത് ചെയ്യുന്നു? ജനത്തെ കർത്താവിലേക്ക് കൊണ്ടുവരുന്നില്ല, പകരം ജനത്തെ മോഹങ്ങളിൽ തള്ളിയിട്ട് അവരെ നശിപ്പിച്ച് അവരെ ഡിസീവ് ചെയ്ത് പിശാചിന്റെ അടിമകളാക്കി മാറ്റുന്ന പ്രവചന ശബ്ദങ്ങൾ. അവരെ കൂടുതലും പ്രവചിക്കുന്നത് ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കണം, നിങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നുള്ള പ്രവചന ശബ്ദങ്ങൾ. വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങളെ കംഫർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പ്രവചന ശബ്ദങ്ങളുണ്ട്. അതെല്ലാം തെറ്റാലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കണം എങ്ങനെയുള്ള, അല്ലെങ്കിൽ കർമ്മരസമാകും എത്ര വളരെ കറക്റ്റായിട്ടാണ് ആ വചനത്തിൽ എഴുതിയിരിക്കുക. അതിനൊരു ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യമില്ല. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര രസം തോന്നണം, ഭയങ്കര സന്തോഷം തോന്നണം, ഭയങ്കര സുഖം തോന്നണം. അങ്ങനെയുള്ള പ്രവചന ശബ്ദങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് നാം അതിനെ ഡിസേൺ ചെയ്യണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാകുന്നു. അപ്പൊ അവരുടെ വേഷം എങ്ങനെ? ആടുകളുടെ വേഷമാണ്. അവരുടെ ചെന്നായ്ക്കളുടെ സ്വഭാവവും ആടുകളുടെ വേഷവും. അപ്പൊ ഇവരെ വേഷത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല, അവരിയ്ക്കുന്ന സ്റ്റേജിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ അവരെ ഡിസേൺ ചെയ്യുവാനായിട്ടുള്ള അവരുടെ മെസ്സേജ് കേൾക്കുമ്പോൾ അവരെ നമുക്ക് ഡിസേൺ ചെയ്യുവാനായിട്ട് കഴിയും. അവർ പറയുന്ന മെസ്സേജിനകത്ത്, അവർ പറയുന്ന പ്രവചനത്തിനകത്ത് അവർക്ക് ഫൈനാൻഷ്യൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജനത്തെ തെറ്റിക്കുവാൻ വേണ്ടിയിട്ടാണോ ഇവർ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതിനൊക്കെ ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ അറിയാം, എന്നാലും ഞാൻ ഇത് പറയണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ജസ്റ്റ് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. തുടർന്ന് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോയി. മത്തായിയുടെ സുവിശേഷം 24:24 വളരെ ശക്തമായ ഒരു വാർണിംഗ് ആണ് ഇവിടെ കർത്താവായ യേശുക്രിസ്തു കൊടുക്കുന്നത്. അന്ത്യകാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ച് അതിലൊരു പ്രധാനപ്പെട്ട ഒരു തെളിവാണ് കള്ളപ്രവാചകന്മാർ എന്നുള്ളത്. അതുകൊണ്ട് വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അപ്പൊ ഇവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, അന്ത്യകാലത്ത് അവരുടെ വലിയ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെളിയിൽ നടക്കുന്നവരെല്ലാം വൃതന്മാർ, കമ്മിറ്റഡ് ആയിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ പോലും തെറ്റിക്കുവാനായിട്ട് ഇവർ വലിയ അത്ഭുതങ്ങളോ അടയാളം എന്ന് പറഞ്ഞാൽ പറഞ്ഞതൊക്കെ അതുപോലൊക്കെ സംഭവിക്കും. പക്ഷെ എന്നാലും അത് നമ്മളെ കർത്താവിൽ നിന്നോട്ട് അടുപ്പിക്കുന്നുണ്ടോ, ദൈവസഭയോട് അടുപ്പിക്കുന്നുണ്ടോ, നമ്മുടെ പാപങ്ങൾക്ക് ബോധ്യം വരുത്തുന്നുണ്ടോ, നമുക്ക് ഇന്ന് കഴിയുമ്പോൾ ഇതിനേക്കാൾ കഴിഞ്ഞ കാലങ്ങളെ ഉള്ളതിനേക്കാൾ അധികം കർത്താവിനോടും ദൈവസഭയോടുമുള്ള അടുപ്പം തോന്നുന്നുണ്ടോ, അതോ ഒരു പ്രവചനം കേട്ട് കഴിയുമ്പോൾ, ഒരു പ്രവചനം കേട്ട് കഴിയുമ്പോഴാണ് ദൈവസഭയിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. കാര്യം ഇത് കേട്ട് കഴിയുമ്പോഴാണ് പിന്നെ ഇവിടെങ്ങും പിന്നെ ആൾക്കാരങ്ങ് പൊങ്ങും, പിന്നെ ഇവിടെ അങ്ങ് നിൽക്കുക ബഹളമായി അടിയായി പിന്നെ എല്ലാവർക്കും എതിരെ പ്രശ്നങ്ങളായി പല ചർച്ചസിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പ്രവചന ശബ്ദങ്ങളാണ് പലപ്പോഴും സഭകളെ ഭിന്നിപ്പിക്കുന്നതെങ്കിൽ ആ പ്രവചന ശബ്ദം ഏത് പ്രവചന ശബ്ദമാണെന്നുള്ള കാര്യം ആത്മാവിൽ വിവേചിക്കണം. മുന്നോട്ട് പോകാം. അടുത്ത മൂന്നാമത്തെ ഒരു പൊസിഷനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സ്, ദൈവവചനം പ്രവാചകനും ഈ ടീച്ചേഴ്സിനെ കുറിച്ചും ആഗ്രഹിക്കുന്നത്, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ തിയോളജി പഠിപ്പിക്കുക എന്നുള്ളതല്ല ഇവിടെ ഇത് ഈ ടീച്ചർ എന്നുള്ള പദത്തിന്റെ അർത്ഥം ഇത് ഗോഡ് സ്പോക്കൺ, ഇവരും ഗോഡ്സ് ചോസൺ സ്പോക്ക്മാൻ തന്നെയാണ്. അവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഈ തിരുവചനത്തിന്റെ മർമ്മങ്ങളുടെ വെളിപ്പാടുകളും ഒക്കെ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ അവരോട് സംസാരിക്കുന്നതാണ് ബൈബിൾ ടീച്ചേഴ്സ്. അവരെ കുറിച്ചാണ് ഇവിടെ കൊരിന്ത്യൻ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് PhD പഠിച്ച് തിയോളജിയിൽ PhD ഉണ്ടായതുകൊണ്ട്
നമുക്ക് ബൈബിൾ ടീച്ചർ ആകാനായിട്ട് പറ്റത്തില്ല. ബൈബിൾ ടീച്ചർ ആകണമെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. ദേ പ്രൊക്ലൈം ദ ഡിവൈൻ വേർഡ്സ് വിത്ത് അതോറിറ്റി. ദൈവം നമുക്ക് തന്ന തിരുവചനം അത് നാം പ്രിപ്പയർ ചെയ്ത് ദൈവസന്നിധിയിൽ അത് ജനത്തിനെ പഠിപ്പിക്കുകയും ജനത്തിനെ അതിനകത്ത് തിരുവചനത്തിനോട് കർത്താവിനോടുകൂടെ അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് ജനത്തിനൊരു പാപബോധം വരുത്തുന്നതായിരിക്കണം. ഇറ്റ്സ് ഓൾസോ ഈ പ്രോഫറ്റിനുള്ള അതേ കോളിംഗ് തന്നെയാണ് ടീച്ചേഴ്സിനുമുള്ളത്. അവർക്ക് തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പ്രോഫറ്റിന് താൻ പറയുന്ന ഒരു കാര്യത്തിനകത്ത് ഒരു കൺട്രോളും കാണത്തില്ല. അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന താൻ പറയുന്നു, അതിനുശേഷം അടിയോ എന്താണെങ്കിലും താൻ അനുഭവിക്കുക എന്നുള്ളതാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ശുശ്രൂഷയാണ്. എന്നാൽ ബൈബിൾ ടീച്ചേഴ്സിനെ കുറിച്ച് അവരും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. ദൈവം തന്നോട് പറയുന്ന കാര്യങ്ങളും ദൈവം കൊടുക്കുന്ന വെളിപ്പാടുകളും സത്യങ്ങളുമാണ് അവരും വിളിച്ചു പറയുന്നത്. എങ്കിലും ഇതിനകത്ത് തിരുവചനത്തിൽ നിന്നുകൊണ്ട് തിരുവചനത്തിന്റെ ആഴങ്ങളാണ് ബൈബിൾ ടീച്ചേഴ്സ് പഠിപ്പിക്കേണ്ടത്. ഇത് രണ്ടു മൂന്ന് കാര്യങ്ങൾ അവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇന്റർപ്രറ്റ്, ഇൻസ്ട്രക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. ഇപ്പൊ തിരുവചനത്തിന്റെ ആഴങ്ങൾ അവർ ഇന്റർപ്രറ്റ് ചെയ്യുന്നവരായിരിക്കണം. അവർ തിരുവചനം ജനത്തെ ഇൻസ്ട്രക്ട് ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കണം. ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ഒരു ബൈബിൾ ടീച്ചറിനെ കൊണ്ട് കഴിയണം. അത് ജനത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കത്തില്ല ഇന്റർപ്രിട്ടേഷൻ. ആത്മാവ് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ ബൈബിൾ ടീച്ചേഴ്സിന് നൽകാനായിട്ട് കഴിയണം. ഇതിനകത്തെല്ലാം ഈ പറഞ്ഞ 3 പൊസിഷനും ഒരുപാട് കൗണ്ടർ ഫീറ്റ് ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. നമ്മൾ ഇപ്പോൾ ഈ പ്രവാചകൻ കൗണ്ടർ ഫീറ്റ് നമുക്ക് ഒരുപാട് നമ്മുടെ മനസ്സിനകത്തുണ്ട്, അത് നമുക്ക് വളരെ ക്ലിയർ ആണ്. പക്ഷെ അപ്പോസ്തലൻ എന്നുള്ള പദത്തിനും ആ പൊസിഷനും ബൈബിൾ ടീച്ചേഴ്സിനും വളരെ ഒരുപാട് കൗണ്ടർ ഫീറ്റ്സുകളുണ്ട്. അപ്പൊ ഇവരെ കുറിച്ചും ആഗ്രഹിക്കുന്ന 1-2 കാര്യങ്ങൾ, അവർ മാതൃകയുള്ളവരായിരിക്കണം. ബി ആൻ എക്സാമ്പിൾ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ഒന്ന് വായിക്കാം. They should understand the spiritual truth. അവന്റെ ഉപദേശത്തെങ്കിൽ അവർ വിസ്മയിച്ചു. അവർ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. ഇവ ഈ ടീച്ചിങ്ങിനകത്ത് ഒരു അധികാരമുണ്ട്, ഒരു അതോറിറ്റി ഉണ്ട്. കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നൽകുന്ന സത്യങ്ങൾ ആൾക്കാരെ കണ്ട് പേടിച്ചു പോകുവാൻ വേണ്ടിയിട്ടല്ല, അധികാരത്തോടുകൂടെ അത് ആൾക്കാരിലേക്ക് പാസ് ഓൺ ചെയ്യണം, ദൈവസഭയിലേക്ക് അത് പാസ് ഓൺ ചെയ്യണം. അപ്പോഴത് റിപ്പൻറ്റൻസ് ആയിട്ട് മാറും, അത് ഒബീഡിയൻസ് ആയിട്ട് മാറും, അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറും, അത് ജനത്തിന് പാപബോധം ഉണ്ടാക്കുവാനായിട്ട് ഇടയാകും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, പലപ്പോഴും ബൈബിൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾക്ക് തിയോളജി അറിയാതിരിക്കാം, പക്ഷെ ദൈവവചനത്തിന്റെ ആഴങ്ങൾ അറിയണമെന്നില്ല. ഒരു ഉദാഹരണം പറയാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തില് നിക്കോദീമോസിനെ കുറിച്ച് അവിടെ പറയുന്നു. യേശു നിക്കോദീമോസിനോട് ചോദ്യം ചോദിക്കുകയാണ്. 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും ഇത് അറിയുന്നില്ലയോ? അപ്പൊ ഇദ്ദേഹത്തിന്റെ പദവി എന്തുവാണ്? ഉപദേഷ്ടാവാണ്. മറ്റുള്ളവർക്കൊന്നും കിട്ടാത്ത പ്രിവിലേജ്ഡ് അനുഭവിക്കുന്ന വ്യക്തിയാണിത്. വചനം പഠിക്കാനുള്ള അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രിവിലേജ് ഒക്കെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവർ വചനം പഠിച്ചിട്ടുണ്ട്. ഇവർക്ക് മറ്റുള്ളവരിൽ കൂടുതൽ തിരുവചനത്തിൽ ആക്സസ് ഉള്ളവരാണ്. പക്ഷേ സത്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. ഒരു ബൈബിൾ ടീച്ചറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റി ദൈവസന്നിധിയിൽ നിരുന്ന് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. അപ്പൊ നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ കുറച്ച് നോട്ട്സ് എടുത്ത് വെച്ചിട്ട് പഠിപ്പിക്കുന്നതല്ല ബൈബിൾ ടീച്ചിങ്. ദൈവസന്നിധിയിൽ നിരുന്ന് ദൈവം വെളിപ്പെടുത്തുന്നത് നാം പറയുമ്പോഴാണ്, അത് പഠിപ്പിക്കുമ്പോഴാണ് ജനത്തിന് ഒരു മനസ്സാന്തരം ഉണ്ടാകുന്നത്. നോട്ട്സ് എടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നോട്ട്സ് എടുക്കുന്നതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. അങ്ങനെയാണല്ലോ നാം പഠിക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടും നമുക്ക് ഇതിന്റെ കോൺടെസ്റ്റും ഒക്കെ പഠിക്കാനായിട്ട് പറ്റും. പക്ഷെ ദ റിയൽ മെസ്സേജ് അത് തിരുവചനത്തിൽ നിന്ന് ദൈവമാണ് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. പാസ്റ്റേഴ്സിനെ കുറിച്ച് 1 തീമോത്തി 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം.
നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിച്ച് നമുക്കൊരു ബൈബിൾ പഠിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. പറയുന്നു, നീ ഒരു കാര്യം ചിന്തിക്കണം, ബി ആൻ എക്സാമ്പിൾ. നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. വചനം പഠിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവര് ഈ വചനം പഠിപ്പിക്കുന്നത് പോലെ തന്നെ അവരുടെ ജീവിതം സൂക്ഷിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പം കീപ് എ ക്ലോസ് വാച്ച് ഓൺ ഹൗ യു ലീവ്. അപ്പൊ അതും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ടീച്ചിങ് ഈസ് എ സീരിയസ് ബിസിനസ്. വി നീഡ് ടു ബി കെയർഫുൾ വാട്ട് വി ആർ ടീച്ചിങ് ആൻഡ് ഈവൻ മോർ കെയർഫുൾ ഹൗ വി ആർ ലിവിങ്. നമ്മൾ എന്താ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ ശ്രദ്ധ വേണം. അതിനേക്കാൾ ശ്രദ്ധ വേണം ബൈബിൾ പഠിപ്പിക്കുന്നവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്. കാര്യം നാം പഠിച്ചത് കേട്ടില്ലെങ്കിലും ആൾക്കാർ നമ്മുടെ ജീവിതം കാണാനായിട്ട് ഇടയാകും. അതുകൊണ്ട് വി നീഡ് ടു ബി കെയർഫുൾ ഓൺ ദാറ്റ്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ ജെയിംസ് ചാപ്റ്റർ 3:1, ലെറ്റ് നോട്ട് മെനി ഓഫ് യു ബിക്കം ടീച്ചേഴ്സ്. ഒന്ന് വായിക്കാം മലയാളത്തിൽ. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഉപദേഷ്ടാക്കന്മാരുടെ ഒരു പ്രശ്നം, നമ്മൾ ഉപദേശിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് നമുക്ക്. അപ്പൊ ഉപദേഷ്ടാവാകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് അധികം ശിക്ഷാവിധിക്ക് ഒരു ചാൻസ് ഉണ്ട്. ഞാൻ ഉപദേശിക്കുന്നവരെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഉപദേശിക്കാൻ ആഗ്രഹമുള്ളവരെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത്. എന്നാലും വി നീഡ് ടു ബി കെയർഫുൾ. കാര്യം ദൈവിക ശുശ്രൂഷകൾ ഒന്നും കെയർലെസ് ആയിട്ട് ചെയ്യേണ്ടതല്ല. ദൈവം നമ്മളെ ഏത് ശുശ്രൂഷ ഏൽപ്പിച്ചാലും അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. അത് ചെറുതായിക്കോട്ടെ, വലുതായിക്കോട്ടെ, സ്റ്റേജിലുള്ളതായിക്കോട്ടെ, സ്റ്റേജിലില്ലാത്തതായിക്കോട്ടെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏത് ശുശ്രൂഷയാണെങ്കിലും അതിനകത്തെല്ലാം ഈ ചില മെഡിസിനൊക്കെ കഴിക്കുമ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഈ ശുശ്രൂഷകളൊക്കെ വളരെ സീരിയസ് ആയിട്ടും കെയർഫുൾ ആയിട്ടും ചെയ്തില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുവാനായിട്ട് കാരണമാകാൻ തീരും. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ഇത് അധിക ശിക്ഷാവിധിക്ക് നിങ്ങൾക്ക് കാരണമായിട്ട് തീരാൻ ഇടയാകും. കാര്യം നിങ്ങൾ പഠിപ്പിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമില്ലായ്മയും, നിങ്ങൾ ഈ വലിയ വലിയ കാര്യങ്ങൾ, അന്ന് ഈ പരീശന്മാരുടെ എല്ലാം പറ്റിയ ഒരു കുഴപ്പം, ഈ പരീശന്മാരെ ഒന്നും നന്നായതായിട്ട് കാണുന്നില്ല. കാര്യം അന്ന് 5 വിവാഹം കഴിച്ച് പരാജയപ്പെട്ട് 6ാമത് ലിവിങ് ടുഗദർ ആയിരിക്കുന്ന സഹോദരിയോടും പറഞ്ഞു അവൾക്ക് ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, രക്ഷയിലേക്ക് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ സഹോദരിയുടെ അടുത്തും കർത്താവ് ചെല്ലുവാനായിട്ടിടയായി. എന്നാൽ പരീശന്മാരോട് വെള്ള തേച്ച ശവക്കല്ലറയെന്ന് വിളിച്ച് അവരെ തള്ളിക്കളയുകയായിരുന്നു. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയായിരുന്നു. അവർക്ക് ഒരുപാട് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവര് ടൈത്ത് കൊടുക്കുന്നവരായിരുന്നു. മറ്റുള്ളവരെക്കാൾ അധികം അവരവരുടെ ജീവിതം ഒന്നുമില്ലെങ്കിലും അവരുടെ മറ്റുള്ളവർ കാണുകയെങ്കിലും സൂക്ഷിക്കുന്നവരായിരുന്നു. പക്ഷെ ഇതൊന്നും അവരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാനായിട്ടിടയായില്ല. ഇതൊന്നും കർത്താവ് ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് അവരെ നടത്തുവാനായിട്ടിടയായില്ല. പലപ്പോഴും അങ്ങ് ലീഗലിസവും ഒരു റിലീജിയനെ ഫോളോ ചെയ്യുന്നവരാക്കി അവരെ മാറ്റി. വളരെ വളരെ കെയർഫുൾ ആയിട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് ശുശ്രൂഷകളാണെങ്കിലും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യണം. അതിനകത്ത് ഒരു ഭയം വേണം. സ്റ്റേജിലൊക്കെ കയറി നിന്ന് പ്രസംഗിക്കുമ്പോഴൊരു ഭയം അകത്ത് വേണം. കർത്താവെ, ഞാൻ അങ്ങയുടെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്, ഇത് ശുശ്രൂഷിക്കുവാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല, അങ്ങയുടെ കൃപയാണ്. ആ കൃപയിൽ തന്നെ നിന്ന് ശുശ്രൂഷിക്കുവാനുള്ള ഒരു ഭയത്തോടുകൂടെ നാം കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുവാനായിട്ടിടയാകും. 1 തീമോത്തി അതിന്റെ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പാസ്റ്റേഴ്സിനെ കുറിച്ച്, അവരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് അവിടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവർക്കും പഠിപ്പിക്കുവാനുള്ള ഒന്ന് വായിക്കാം. എന്നാൽ അധ്യക്ഷൻ നിരപവാദിയനായി ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രനും
സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. അത് ഒരു നല്ല ക്വാളിറ്റിയാണ്. അത് മസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് തിരുവചനത്തിൽ നാം കാണുന്നു. ഫസ്റ്റ് തിമോത്തിയൻസ് അവസാനത്തെ പോയിന്റ്, ഫോൾസ് ടീച്ചേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ്, ടൈറ്റിൽസിനെല്ലാം കൗണ്ടർ ഫീറ്റ് ഇന്നും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു, ഇന്ന് വളരെ ശക്തമായിട്ടുണ്ട്. കാര്യം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ഇത് വളരെ ശക്തമായിട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ഫോൾസ് ടീച്ചേഴ്സിനെ തിരിച്ചറിയുന്നത് എന്നുള്ളത് ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 1-3. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു വാക്യം അത്. കാര്യം അവരെ കുറിച്ച് പറയുന്ന കാര്യം ഭൂതങ്ങളുടെ ഉപദേശം. ഈ ഉപദേശം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വർജനത്തിന്റെ ഉപദേശം അവർ പറയുന്നത്. കേൾക്കുമ്പോൾ ഭയങ്കര സുഖമുള്ള വർജനത്തിന്റെ ഉപദേശം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആ വിശുദ്ധിയൊക്കെ അങ്ങോട്ട് തിളച്ചു പോകും. കാര്യം നമുക്കെല്ലാം വർജിക്കുന്നതിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഈ ഫോൾസ് ടീച്ചേഴ്സ് പറയുന്നത് കർത്താവ് പറഞ്ഞിട്ടുള്ളത്, അനുഭവിക്കുവാനുള്ളത് അതൊക്കെ വർജിക്കണമെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഈ കൂട്ടത്തിലുണ്ട് കുറെ പേര്. അപ്പൊ അവര് ചിന്തിക്കുന്നത് അവര് മറ്റുള്ളവരെക്കാൾ വിശുദ്ധരാണെന്നാണ്. എന്നാൽ ഇവരെ കുറിച്ച് പറയുന്നു അവരെന്താ ഫോളോ ചെയ്യുന്ന ഡിസെപ്റ്റീവ് സ്പിരിറ്റ്. ഇപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, ഇതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ആൾക്കാർ പിന്നെയെങ്കിലും അവരുടെ മനസ്സിലെങ്കിലും ചിന്തിക്കുകയാണ്, ഇവനെല്ലാം പറയുന്ന ലൗകികമാണല്ലോ, ഇവൻ ലോകക്കാരെ പോലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഈ വർജനത്തിന്റെ ഉപദേശം അതിനേക്കാൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇത് ആൾക്കാരെ ആ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് മാറ്റി ഒരു റിലീജിയസ് സ്പിരിറ്റ് അവരുടെ അകത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരെക്കാൾ കേമരാണ്, അവരത്രയും ഉപേക്ഷിച്ചപ്പോൾ നമ്മൾ അതിനേക്കാൾ കൂടുതൽ ഉപേക്ഷിച്ചു. അപ്പൊ ഈ ഒരു സ്പിരിറ്റ് അവരെ കുറിച്ച് പൗലോസ് വളരെ വ്യക്തമായിട്ട് തന്നെ നിജപുത്രനായ തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ഫോൾസ് ടീച്ചേഴ്സ് ദേ ഫോളോ ദ ഡിസെപ്റ്റീവ് സ്പിരിറ്റ് ലീഡിങ് പീപ്പിൾ അവേ ഫ്രം ഇമ്പോർട്ടന്റ് മാറ്റേഴ്സ്. ക്രിസ്തുവിൽ നിന്ന് മാറ്റി, ആ യഥാർത്ഥ കോറായിട്ടുള്ള സംഭവത്തിൽ നിന്ന് മാറ്റി വലിയ കാര്യങ്ങളെ പഠിപ്പിച്ച്, വലിയ കാര്യങ്ങളെ പറഞ്ഞ് ആ ഒരു കർത്താവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയിൽ നിന്നും മാറ്റുന്ന കാര്യങ്ങൾ. അതിനകത്ത് 1-2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ടല്ലോ, വിവാഹത്തെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും. ഇന്ന് അനേക കാര്യങ്ങളും വേറെ ലിസ്റ്റുകളും ഒക്കെ അതിനകത്തോട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് കഴിയും. വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം മറ്റേതിനകത്തൊന്നും വീഴാത്തവർ ഇതിനകത്ത് പോയി വീഴുന്നുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ വർജനത്തിന്റെ ഉപദേശത്തിൽ വളരെ ശ്രദ്ധിച്ച് നാം ആയിരിക്കണം. ഇതൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് വന്നൊരു ചിന്ത, പലപ്പോഴും ഈ വിശ്വാസികളെന്ന് പറയുന്ന ഒരു ഭൂരിഭാഗം പേരും വചനം വായിക്കാറില്ല, അത് ഗ്രഹിക്കാനായിട്ട് സമയം ചെലവഴിക്കാറില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുണ്ടോ എന്ന് ചോദിച്ചാൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. എന്നാൽ പേഴ്സണലായിട്ട് ദൈവമായിട്ട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാതെ ഇങ്ങനെ പോകുമ്പോൾ എത്രയധികം ഈ കുഴിയിലൊക്കെ പോയി ഇന്ന് ചാടും എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. വളരെ ഈസി ആയിട്ട് ജനം തെറ്റിപ്പോകും, അല്ലെ? വളരെ ഈസി ആയിട്ട് ജനം തെറ്റിപ്പോകും. അപ്പൊ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനിയിപ്പോൾ എത്ര പഠിപ്പിച്ചാലും നാം ഇതിനകത്തൊരു എഫേർട്ട് എടുക്കാതെ, നാം ഈ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാതിരുന്നാൽ തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെ വളരെ അധികമാണ്. ഇതിനെല്ലാം അങ്ങ് മാറ്റിയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ഈ വിത്തും കളയും എല്ലാം ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. ഇതിനെയൊക്കെ വിവേചിച്ച് ഡിസേൺ ചെയ്ത് ദൈവസഭ മുന്നോട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തട്ടെ.
തുടർന്നുള്ള 29, 30 വാക്യങ്ങൾ, 31 വാക്യങ്ങൾ വായിച്ച് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഇതിനകത്തെല്ലാം ഈ വരങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇത് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ചെയ്യുമ്പോൾ. നിങ്ങളിത് പ്രോപ്പറായിട്ട് ഇത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അധികം ശിക്ഷാവധിക്ക് കാരണമായിട്ട് വരും. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്നൊക്കെ പിന്നെ എന്തിനായി തലവേദന, അപ്പൊ ഇതൊന്നും ഇല്ലാതിരുന്ന് നമുക്കൊരു സൈഡിൽ കൂടെ അങ്ങ് പോയാൽ പോരാ. അങ്ങനെയുള്ളവരോടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ അധികം ഈ ശ്രേഷ്ഠമായ വരങ്ങളെ വാഞ്ചിപ്പിൻ. എന്തിനു വേണ്ടിയിട്ടാണ് അത് വാഞ്ചിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് ദൈവസഭയ്ക്ക് ഒരു പ്രയോജനമായിട്ട് മാറും. ഇതെല്ലാം ടൂൾസ് ആണ്, ദൈവസഭയെ ബിൽഡ് ചെയ്യേണ്ട ടൂൾസ് ആണ്. അപ്പൊ ഈ വരങ്ങൾ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് ദൈവസഭയ്ക്ക് ഒരു പ്രയോജനമായിട്ട്, അനുഗ്രഹമായിട്ട് ആയിത്തീരുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്പിരിറ്റ് ഡിസൈൻ ഈസ് ഡൈവേഴ്സിറ്റി, നോട്ട് യൂണിഫോമിറ്റി. അപ്പം ഇതൊരു നോ സിംഗിൾ ഗിഫ്റ്റ്സ് മാർക്സ് ഓൾ ബിലീവേഴ്സ്. ഇതെല്ലാവർക്കും ഇല്ല എന്നുള്ള കാര്യവും പൗലോസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. എല്ലാ കൃപാവരങ്ങളും എല്ലാവർക്കും ഇല്ല. ചിലപ്പം പല കൃപാവരങ്ങളും ഉള്ള വ്യക്തികൾ കാണുമായിരിക്കാം. ആ സാഹചര്യത്തിലെയും ആ സ്ഥലത്തിൻ്റെയും ആ ചർച്ചിൻ്റെയും ഒക്കെ നീഡ് അനുസരിച്ചാണ് ദൈവം ഈ കൃപാവരങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻസ് നടത്തുന്നത്. അത് എന്തിന് ആർക്ക് കൊടുത്തു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും നമുക്കൊരു പിടിയും കിട്ടത്തില്ല. അതൊക്കെ ദൈവത്തിന്റെ പ്ലാനിലുള്ളതാണ്. നമുക്ക് ലഭിച്ച കൃപാവരം നന്നായി പ്രയോജനപ്പെടുത്തുവാൻ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു, ഡിസേൺ ഏണസ്റ്റ്ലി, ബി സെലസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു പാസീവ് സജഷൻ അല്ല, കിട്ടട്ടെ എന്നുള്ളതല്ല. ഏണസ്റ്റ് ആയിട്ട് ഡിസേൺ ചെയ്യേണ്ട വരങ്ങളാണ് ഇത് എന്നാണ് പൗലോസ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമുക്ക് പലപ്പോഴും ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഇതിനോടൊക്കെ ഇതൊക്കെ എല്ലാവരും ഒന്ന് വല്ലാതൊക്കെ ഉപയോഗിക്കുകയാണ്. ഇതെല്ലാവരും അവരുടെ ഇഷ്ടത്തിനും അവരെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് വിചാരിച്ച് നമ്മൾ പലപ്പോഴും വിചാരിക്കുമോ ഇതൊന്നും ഇല്ലേ, കുഴപ്പമില്ല, നമുക്ക് പോരുന്ന പ്രാർത്ഥിച്ച് ആരാധിച്ചെങ്കിൽ പോരുന്നാൽ മതിയെന്ന്. എന്നാൽ അങ്ങനെ അല്ല. ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് ഇതിനോടൊരു താല്പര്യം വേണം, നിങ്ങൾ സെലസ് ആയിരിക്കണം. നിങ്ങൾക്ക് ലഭിച്ച കൃപാവരങ്ങളെക്കുറിച്ചും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ആഗ്രഹം ഓരോ ദിവസവും അതായി ശ്രേഷ്ഠ കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ടങ്സിനേക്കാൾ നിങ്ങൾക്ക് പ്രോഫസി ഉണ്ടെങ്കിൽ അത് അതിനേക്കാൾ കൂടുതൽ പ്രയോജനമായിട്ട് തീരും. കാര്യം ദിസ് ഇസ് those that most build up the body of Christ. അപ്പൊ ഇങ്ങനെയുള്ള കൃപാവരങ്ങളെ ആഗ്രഹിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വാഞ്ച ഉണ്ടാകട്ടെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആഗ്രഹിക്കുന്നത്? ഇന്ന കൃപാവരം ഉണ്ടെങ്കിൽ എനിക്ക് ഇന്നടത്ത് കുറെ പേരെയും കൂടെ റീച്ച് ചെയ്യുവാനായിട്ട് കഴിയും, അല്ലെ കുറെ പേരെയും കൂടെ കർത്താവിൽ ആദായപ്പെടുത്തുവാനായിട്ട് കഴിയും എന്ന് പറയുമ്പോൾ തന്നെ ഈ കൃപാവരത്തിനെല്ലാം ഒരു ബുദ്ധിമുട്ടുമുണ്ട്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനും അറിയണം. പ്രവചനം ലഭിച്ച ഒരു വ്യക്തിക്ക് ഒരു തെറ്റ് കണ്ടാൽ അത് മുഖത്ത് നോക്കി പറയുവാനുള്ള ആ ധൈര്യവും ആ ഒരു കോൺഫിഡൻസും വേണം. അതിന് ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ഒക്കെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പും ഒരു കമ്മിറ്റ്മെന്റും തൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇനി 13-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. അവിടെ ഗിഫ്റ്റ്സിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വേണമെന്നുള്ളതിനെ കുറിച്ചാണ് പൗലോസ് 13-ാമത്തെ അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് ഷെയർ ചെയ്യുവാനായിട്ടൊക്കെ ഇടയായി. ദൈവം തുടർന്നും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് കൃപാവരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവരാക്കി ദൈവം നമ്മളെ മാറ്റട്ടെ. വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.